മഴത്തോരു മുംബൈയിലാണെങ്കിൽ ബാലചന്ദ്രനാണെങ്കിൽ സ്റ്റാലിനെ അന്വേഷിച്ച് പോയ വിവരമാണെങ്കിൽ ആകെ പാട്ടാവുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും സാധിക്കും. അതായത് നമ്മുടെ ഗംഗേട്ടൻ വന്ന് ശിവനോടും നമ്മുടെ രാജീവനോടും മനുവിനോടുമൊക്കെ പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി നിൽക്കുന്നത് കാണാനായിട്ട് കഴിയും. എന്താണ് അങ്കിള് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണമെന്ന് മനു ഗംഗാധരമേനോനോട് ചോദിക്കുമ്പോൾ ഗംഗാധരമേനോൻ്റെ അടുത്ത് ബാലചന്ദ്രൻ പറഞ്ഞത് അതേമാതിരി പറയുന്നു. കുറച്ച് നാൾ അമ്മ അറിയാതെ അമ്മയുടെ കൂടെ നിന്നില്ലേ, ഇനി അച്ഛൻ്റെ കൂടെ നിൽക്കട്ടെ എന്നാണ് അവൻ്റെ തീരുമാനമെന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ മനുവാണെങ്കിൽ അതെന്തിനാ അവിടെ കൊണ്ട് നിർത്തുന്നത്, അവരുപേക്ഷിച്ചതല്ലേ, പിന്നെയും അലീനയെ അവിടെ കൊണ്ടുവിടേണ്ട ആവശ്യകത എന്താണ് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. അതൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല മനു, അവൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് പോലും എനിക്കറിയില്ല. അത് ചോദിച്ചിട്ടും അവൻ പറഞ്ഞൊന്നുമില്ല. അതുകൊണ്ട് തന്നെ താൻ ഒരു കാര്യം ചെയ്യാനായിട്ട് പോവുകയാണ്. വൈജയെ സത്യം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. എന്തായാലും വൈജ സത്യമറിയാനായിട്ട് ഒരുങ്ങുകയാണ്. അതായത് ഇപ്പോൾ തന്നെ അറിഞ്ഞില്ലേ ബാലചന്ദ്രൻ്റെ മകളുടെ അതായത് ബാലചന്ദ്രൻ്റെ മകളല്ല അലീന എന്ന്. അതുകൊണ്ട് തന്നെ ഈ സത്യവും വൈജ അധികം വൈകാതെ അറിയും. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഈ സത്യം വൈജയെ അറിയിച്ചേ മതിയാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്ര മേനോൻ വൈജയുടെ അടുത്തേക്ക് നടക്കുന്നു. ഇവിടെ സങ്കടത്തോടെ ഒരു യാത്രയയപ്പ് രേവതിക്കുട്ടി രോഹിത്തിനും ബാക്കിയുള്ളവർക്കും നൽകുന്നുണ്ട്. രേവതിക്കുട്ടിയുടെ അടുത്ത് അലീന പറയുന്നുണ്ട്, വിഷമിക്കേണ്ട ചേച്ചി അവിടെ നിന്ന് പോയാലും മോളെ കാണാനായിട്ട് ഇടയ്ക്ക് വരാമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.